blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ പ്രോഗ്രാം ഈ ആഴ്ചയിലെ അവസാനത്തെ പ്രോഗ്രാമാണ്. ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായി ഈ എപ്പിസോഡ് മാറട്ടെ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മാനന്തവാടിയിൽ നിന്നും വിൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. വൈഫ് ലിസി സൗഖ്യം പ്രാപിക്കട്ടെ. ഷുഗർ പ്രോബ്ലം സൗഖ്യമാകട്ടെ. മകൻ വിനീത് ഒരു പുതിയ ജോലി നൽകി തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾ ലിൻസിയെ കർത്താവ് ഈ സമയത്ത് പ്രാർത്ഥിച്ച് അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. തൻ്റെ വിവാഹത്തിനായും ജോലിക്കായും പ്രാർത്ഥിക്കുന്നു. മകൻ ഡാനിയെ അനുഗ്രഹിക്കുന്നു. ജിത്തിനെ അനുഗ്രഹിക്കുന്നു. ഇരുവരെയും വിദ്യാഭ്യാസ നന്മകളാൽ കർത്താവെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിൽസൻ്റെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ഓരോരുത്തരെയും അങ്ങ് ബ്ലെസ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. അടുത്ത ഒരു സ്പോൺസർ LC ജോയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവെ ബാക്ക് പെയിൻ മാറിപ്പോകട്ടെ. മകൻ മിഥുന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു. CAക്ക് കർത്താവെ നല്ലൊരു റിസൾട്ട് അങ്ങ് കൊടുക്കണമേ. ആത്മീയ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾ നീനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഈ സമയത്ത് ആരോഗ്യം നൽകണമേ. തൻ്റെ ഹസ്ബൻഡ് റത്തിലിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നെക്ക് പെയിൻ മാറിപ്പോകട്ടെ. മകൻ പ്രണവിനെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ജോയുടെ പാരൻസിനായി, അന്നമ്മയ്ക്കായും വർഗീസിനായും പ്രാർത്ഥിക്കുന്ന കർത്താവെ, തൻ്റെ സഹോദരൻ ജോസിനായി സഹോദരി മോളിക്കായും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഈ രണ്ട് കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതിന് രണ്ട് കുടുംബങ്ങളോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്ന ഗോഡ് ബ്ലെസ് യു. ഇന്നലെ കേട്ടുകൊണ്ടിരുന്ന സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് തുറന്ന് കേൾക്കാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നൽകപ്പെട്ട സന്ദേശമാണ്. വേദപുസ്തകവും നോട്ട്ബുക്കും പേനയും എടുത്ത് ശ്രദ്ധയോടെ കേട്ട് പ്രധാന ഭാഗങ്ങൾ കുറിച്ചെടുത്ത് തുടർന്നും ഈ വചനഭാഗങ്ങൾ ധ്യാനിക്കണം. ഇതിനുശേഷം മിറക്കിൾസ് ടുഡേ കണ്ട ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദേവനേ വരൂ, ജീവവാക്യമോതുവാൻ വരൂ. ജീവനുള്ള ദേവനേ വരൂ, ജീവവാക്യമോതുവാൻ വരൂ. പാപത്തെ വെറുത്ത് ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്ത് ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലഭൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. 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 പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ.
യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. നമ്മളെ തന്നെ എങ്ങനെയാണ് കാണേണ്ടത് അത് അറിയണമെങ്കിൽ ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു എന്ന് കാണണം. യെശയ്യാവിന്റെ പുസ്തകം 43-4-ാമത്തെ വാക്യം. സിൻസ് യു ആർ precious and honored in my sight, and because I love you, I'll give men in exchange for you and people in exchange for your life. നീ എൻ്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടവനാകയാലും നീ ബഹുമാന്യനും ഞാൻ സ്നേഹിച്ചവനുമാകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണനു പകരം ജാതികളെയും കൊടുക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും, ഏത് സീറ്റിലിരിക്കുന്ന വ്യക്തിയും, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ നീ വളരെ 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 വിലപിടിച്ചവളാണ്. അങ്ങനെ തന്നെയാ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. യു ആർ precious, you are honored in my sight. എന്റെ ദൃഷ്ടിയിൽ നീ ഏറ്റവും വിലപിടിച്ച വ്യക്തിയാ. പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ഒരു വില കൊടുത്തിട്ടില്ലായിരിക്കും. ഞാനിങ്ങനെ ജനിച്ച് ജീവിക്കുക, എന്താ എന്നെ കൊണ്ട് ഈ ഭൂമിയിൽ ആർക്ക് പ്രയോജനമുണ്ട്? എൻ്റെ കുടുംബത്തിനും പ്രയോജനമില്ല, നാട്ടുകാർക്കും പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ല. ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ആയിരിക്കാൻ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം എന്താ പറയുന്നത്? നോ, യു ആർ സോ പ്രഷ്യസ് ടു മീ, യു ആർ സോ ഓണേർഡ് ഇൻ മൈ സൈറ്റ്. എൻ്റെ സന്നിധിയിൽ നീ വളരെ വിലപിടിച്ച വ്യക്തിയാ. അതുകൊണ്ട് നിന്റെ ജീവൻ പോകേണ്ട സ്ഥലത്ത് ഞാൻ പലരുടെയും ജീവൻ കൊടുത്തു. ഞാൻ നിന്റെ പ്രാണനെ കാത്തു സൂക്ഷിച്ചു. എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന പലരും പല പ്രാവശ്യം പല രോഗങ്ങളിലൊക്കെ മരിച്ചു പോകേണ്ടതാ. എന്നാൽ ദൈവം നിന്നെ ഓരോ പ്രാവശ്യവും സൗഖ്യം തന്ന് ഓരോ അനർത്ഥങ്ങളിൽ, ആക്സിഡന്റുകളിൽ സൂക്ഷിച്ച് ഇതുവരെയും നിന്റെ പ്രാണനെ പരിപാലിച്ച് ഏറ്റവും വിലപ്പെട്ട ഒരു രത്നം പോലെ സൂക്ഷിച്ചാണ് ദൈവം കൊണ്ട് നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയാം, എൻ്റെ കാര്യം പോക്കാം എന്നായിരിക്കും ഒരുപക്ഷെ നമ്മൾ പറയുന്നത്. ഇനിമേലിൽ അങ്ങനെ പറയരുത്. ഞാൻ സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണം നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സിൽ, നിങ്ങളുടെ വാനിറ്റി ബാഗിൽ, നിങ്ങളുടെ പോക്കറ്റിൽ വളരെ പുതിയ 1000 രൂപ നോട്ട് ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ പോകുന്ന വഴിയിൽ പെട്ടെന്ന് എങ്ങനെയോ ഈ നോട്ട് താഴെ വീണു. നല്ല മഴക്കാലമാ. നേരെ വീണത് എവിടെയാ? റോഡിലേക്കാ. വെള്ളം പുരണ്ട് കിടക്കുന്ന, ചെളി പുരണ്ട് കിടക്കുന്ന റോഡിൽ ഈ 1000 രൂപ വീണു. നിങ്ങളത് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു KSRTC ബസിന്റെ ടയറ് അതിന്റെ മുകളിലൂടെ കയറിപ്പോയി. അതിനുശേഷം ഓടിച്ച് നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടി. അപ്പോഴേക്കും അതിലെന്തുണ്ട്? ടയർ കയറി ഇറങ്ങിയ പാട്, കുറെ ചെളി, ഇതെല്ലാം ഉണ്ടായി. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് വീട്ടിലെത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഒരു വാട്ടർ ടാപ്പിന്റെ അടിയിൽ കാണിച്ച് തൽക്കാലം ഒന്ന് കഴുകിയെടുത്തു. എന്നിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൻ്റെ അകത്തും ന്യൂസ് പേപ്പറിൻ്റെ അകത്തും ഒക്കെ വെച്ച് തേപ്പോട്ടി കൊണ്ട് അതല്ലെങ്കിൽ ഈ അയൺ ബോക്സ് കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് തേച്ച് റെഡിയാക്കി എടുത്തു. എന്താ കാരണം? ആ ചെളിയായപ്പോൾ അങ്ങ് കളഞ്ഞിട്ട് പോയാൽ പോയായിരുന്നു. എന്തുകൊണ്ട് കളഞ്ഞില്ല? ആ നോട്ടിൽ ചെളി പറ്റിയാലും അതിന് 1000 രൂപ തന്നെ വിലയുണ്ട്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഒരു പക്ഷെ വല്ലാതെ മോശമായി കഴിഞ്ഞാൽ കടയിൽ പോയി ഒരു പണി ചെയ്തേക്ക്, ഒരു 10 കിലോ അരി വാങ്ങാം എന്ന് വെച്ച് ഒരു പലചരക്ക് കടയിൽ കൊണ്ടുപോയി ഇത് കൊടുത്താൽ, അയ്യോ ഇതെടുക്കില്ല കേട്ടോ, തിരിച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യും? കളഞ്ഞേക്കാം. അപ്പൊ തന്നെ നിങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് ഇടുവോ? നോ. ഇത് ഒരു പക്ഷെ രണ്ടുപേരോട് ചോദിച്ചു, ഇത് ഇനി എന്ത് ചെയ്യും? അപ്പോഴാ പറഞ്ഞ റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ വേറെ നോട്ട് കിട്ടും. മൈ ഗോഡ്. വണ്ടി കയറി റിസർവ് ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അവർ നോക്കി, നമ്പർ നോക്കി, എല്ലാം ശരിയാണ്. ഉടൻ തന്നെ എന്ത് ചെയ്തു? അടുത്ത ഒരു പുതിയ നോട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എടുത്തു തരുന്നു. എല്ലാവർക്കും അതിൻ്റെ വില മനസ്സിലായില്ലെങ്കിലും, അതിൻ്റെ ഷേപ്പ് വളരെ മാറിയിരിക്കുന്നെങ്കിലും, അച്ചടിച്ചത് ഉണ്ടാക്കിയത് റിസർവ് ബാങ്ക് ആണെങ്കിൽ അവർക്കറിയാം അതിൻ്റെ വില. ഇതുപോലെ നമ്മെ നിർമ്മിച്ച ദൈവത്തിന് നമ്മുടെ വിലയറിയാം.
ഒരുപക്ഷെ ഇപ്പോൾ വലിയൊരു ആസ്മ രോഗം പിടിച്ച് ഇങ്ങനെ ആയിരിക്കും, അസ്ഥി കൂടെ ഒക്കെ ഇങ്ങനെ ആയിരിക്കും, തോളലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ആർത്രൈറ്റിസ് പിടിച്ച് ഒരുപക്ഷെ കൈയൊക്കെ ഇങ്ങനെ പിരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അല്ലെങ്കിൽ മദ്യപിച്ച് കണ്ണുകളൊക്കെ ഉപ്പന്റെ കണ്ണുകൾ പോലെ ആയിരിക്കുക, അടുത്തുകൂടി നടക്കുന്നവർക്ക് പോലും പെർഫ്യൂം കിട്ടിക്കൊണ്ടിരിക്കുക. ഒരു വല്ലാത്ത ഷേപ്പിലായിരിക്കാം ഇന്ന് നീ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ നിർമ്മിച്ച ഞാൻ, നിന്നെ സൃഷ്ടിച്ച ഞാൻ, എനിക്കറിയാം നിന്റെ വില. എല്ലാവരും നിന്നെ തള്ളിയാലും എന്റെ ദൃഷ്ടിയിൽ നീ വിലയേറിയവനും മാന്യനുമാണ്. ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. നിനക്ക് പകരം മറ്റുള്ളവരുടെ പ്രാണനെ ഞാൻ കൊടുക്കും, കാരണം ഞാൻ നിന്നെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ചെളിപറ്റിയ അല്പം കീറിയ നോട്ട് കൊണ്ടുപോയി റിസർവ് ബാങ്കിൽ കൊടുത്തപ്പോൾ അവരെന്താ തിരിച്ചു തന്നത്? കുറച്ചുകൂടി കീറിയ ഒരു നോട്ടാണ് തരുന്നത്. അല്ല, പുതിയത് ഒരെണ്ണം എടുത്തു തരും. ഇതുപോലെ ഷേപ്പ്ലെസ് ആയി കറ പിടിച്ച്, പാപത്തിന്റെ കറകൾ പിടിച്ച്, എല്ലാ നിരാശയും മരണചിന്തകളും ആത്മഹത്യയും ഒക്കെയുമായിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. അതിന്റെ പേരാണ് വീണ്ടെടുപ്പ്. റിസർവ് ബാങ്കിൽ പഴയ നോട്ട് കൊടുത്തിട്ട് പുതിയത് എടുക്കുന്നത് പോലെ യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്താൽ, യേശുവിന്റെ കൗണ്ടറിൽ കൊടുത്താൽ നീ ഒരു പുതിയ വ്യക്തിയായി മാറും. അങ്ങനെ മാറിയ ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പല വ്യക്തികൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ പുതുകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി വന്ന് ടി വിയിലൊക്കെ എല്ലാ ദിവസവും കാണുന്ന ആളല്ലേ, ഒന്ന് കണ്ടേക്കാം. അതിനല്ല ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വരുന്നത്. നിന്നെ വിളിക്കുന്നത് യേശുവാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചില്ലല്ലോ, എന്നാൽ യേശു ചങ്ക് പിളർന്ന് നിങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ പിടഞ്ഞു മരിച്ചു. ഏലി ഏലി ലമാ ശബക്താനി, എന്റെ ദൈവമേ അവർക്ക് വേണ്ടി നീ എന്നെ കൈവിട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രക്തം ചിന്തി മരിച്ച ആ യേശുവാണ് നിന്നെ വിളിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് മദ്യപിച്ച് കുടുംബവും സാമ്പത്തികവും നിന്റെ ശരീരവും സകലവും തകർന്നിരിക്കാം. പക്ഷേ ഇന്ന് ഇവിടെ വെച്ച് റിസർവ് ബാങ്കിന്റെ കൗണ്ടറിൽ വെച്ച് ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത് പോലെ, പഴയത് കൊടുത്തൊരു പുതിയത് തിരിച്ചു വാങ്ങുന്നത് പോലെ യേശുവിന്റെ കയ്യിലേക്ക് നിന്റെ പഴയതെല്ലാം കൂടി കൊടുക്ക്. അവൻ നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും സകലവും പുതിയതായി തീർന്നിരിക്കുന്നു. യേശുവിന് മാത്രമേ ആ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കൂ. കുടുംബജീവിതത്തിൽ വലിയ തകർച്ച അനുഭവിക്കുന്ന ചിലർ ഇതിന് മധ്യത്തിലുണ്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ അകത്ത് ഒരു ഇംപ്രഷനായി കർത്താവിനോട് പറയുന്നു. കുടുംബജീവിതത്തിനകത്ത് വലിയ തീയുടെ അനുഭവം അനുഭവിക്കുന്ന പലരും ഇതിനകത്തുണ്ട്. ഇതെങ്ങനെ ഞാൻ കൊണ്ടുപോയി അവസാനിപ്പിക്കും എന്നറിയാതെ തകർന്നിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. എന്നാൽ യേശുവിലേക്ക് വരുമ്പോൾ സകലവും അവൻ പുതുതാക്കുന്നു. ഹല്ലേലൂയ. നിരാശ തളം കെട്ടി നിൽക്കുന്ന ഹൃദയങ്ങളുമായിട്ട് പലരും ഇതിനകത്തിരിപ്പുണ്ട്. എന്നാൽ ഇന്ന് യേശു നിരാശ എടുത്ത് മാറ്റി നിന്റെ ഹൃദയത്തിൽ പ്രത്യാശ കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ മക്കളെ ഓർത്ത് പ്രയാസപ്പെട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എന്തിന് ഞാൻ ഇങ്ങനൊരു മകനെ പ്രസവിച്ചു? എന്തിന് ഇങ്ങനൊരു മോൾക്ക് ഞാൻ ജന്മം കൊടുത്തു? എന്തിന് ദൈവം ഇങ്ങനെയുള്ള മക്കളെ എനിക്ക് തന്നു എന്ന് വളരെ വേദനയോടെ ചോദിക്കുന്നവർ ഇതിനകത്ത് കാണും. പക്ഷേ അതേ മക്കളെ ഓർത്ത് അഭിമാനിക്കുന്ന, മക്കളെ ഓർത്ത് ഉള്ളിൽ ഒരു വലിയ ആശ്വാസം വരുന്ന ദിവസങ്ങൾ മുന്നിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? God can change your children. God can change your husband. He can change your wife. He can change situations around. ജീവിതത്തിലുള്ള എന്തിനേയും മാറ്റിമറിക്കുവാൻ സാധിക്കുന്നൊരു വിപ്ലവകാരി ഇന്ന് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏകദേശം 13 പേരടങ്ങുന്ന ഒരു സംഘം ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ കടലിന് മധ്യത്തിൽ വെച്ച് കാറ്റും തിരമാലകളും ശക്തിയോടെ ആഞ്ഞടിക്കുമ്പോൾ 12 യുവാക്കന്മാർ ഉറക്കെ കരഞ്ഞു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ കാണുന്നില്ലേ? ഇത് കാണിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കാവുന്ന പ്രശ്നങ്ങളുടെ കൊടുങ്കാറ്റിനെയും തിരമാലകളെയുമാണ്. യേശു എന്താ ചെയ്തത്? അതേടാ, നിന്നെയൊക്കെ നശിക്കാനാ വിളിച്ചത്, നീ നശിക്ക് എന്നാണ് യേശു പറഞ്ഞത്. യേശു അമരത്ത് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, കാറ്റേ ശാന്തമാകുക, കടലേ ശാന്തമാകുക. വാസ്തവത്തിൽ അതൊന്നും കർത്താവ് പറഞ്ഞില്ല.
ശരിക്കും ഒറിജിനൽ ഭാഷയിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ യേശു ആകെ ചെയ്തത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മൾ പിള്ളേരോടൊക്കെ അടങ്ങിയിരിക്കാൻ പറയില്ലേ, മിണ്ടരുത്. ആ അർത്ഥത്തിൽ യേശു ആംഗ്യം കാണിക്കുകയല്ല. കൊടുങ്കാറ്റ് അവിടെ നിന്നു, തിരമാലകൾ ശാന്തമായി, സ്വസ്ഥത വന്നു. The same Jesus is going to move for you. ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നത്തിന്റെ തിരമാലകളും കൊടുങ്കാറ്റിലുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് യേശു ഒന്ന് എഴുന്നേറ്റാൽ മതി. എന്നിട്ട് എന്ത് പറയും? ആ ജപ്തി അവിടെ നിൽക്കും, ആ പലിശക്കടം അവിടെ നിൽക്കും, ആത്മഹത്യ ചിന്തകൾ അവിടെ നിൽക്കും, കുടുംബജീവിതത്തിനകത്ത് ഉയർന്നു വരുന്ന കൊടുങ്കാറ്റുകൾ അവിടെ നിൽക്കും, സ്വത്ത് തർക്കങ്ങൾ അവിടെ നിൽക്കും, കോടതി കേസുകൾ അവിടെ നിൽക്കും. ഒരു വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്തുന്നത് പോലെ പ്രശ്നങ്ങളെ ചവിട്ടി നിർത്താൻ ഈ യേശുവിന് സാധിക്കും. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട്, ഒരു നല്ല ജോലി, ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥന് ഓക്കെ ആയെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട്. നോ 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 നോ. യേശുവുള്ള വീട്ടിൽ ഐശ്വര്യമുണ്ട്, യേശുവുള്ള വീട്ടിൽ അനുഗ്രഹമുണ്ട്, യേശുവുള്ള വീട്ടിൽ സമൃദ്ധിയുണ്ട്, യേശുവുള്ള വീട്ടിൽ സമാധാനമുണ്ട്. യേശുവാ വേണ്ടത്. ഹല്ലേലൂയ. യേശു ഹൃദയത്തിലുള്ള ഒരാളും ഇന്ന് വരെ ആത്മഹത്യ ചെയ്തിട്ടില്ല. കാരണം യേശു ജീവനാണ്. യേശു തന്നെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 10:10 പറയുന്നത് മോഷ്ടിക്കുവാനും അറക്കുവാനും മുട്ടിക്കുവാനും കള്ളനായ സാത്താൻ വരുന്നെന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ അത്രേ. ഈ സഹോദരിയുടെ പേര് ഷീല എന്നാണ്. കുന്നംകുളം സ്വദേശി തന്നെയാണ്. ചില മാസങ്ങൾക്ക് മുൻപ് ഈ സഹോദരിക്ക് കടുത്ത പനി വന്നു, തലവേദന വന്നു. എന്നാൽ ആ ഒരാഴ്ച പനി നിന്നു. പക്ഷെ സാധാരണ രീതിയിൽ പനി സൗഖ്യമായി മാറിപ്പോയി. എന്നാൽ അതിനുശേഷം ഈ പനിയുടെ ഇടയിൽ തന്റെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരുന്നു. ആ പനി കടുത്ത പനിയായതുകൊണ്ട്, തലവേദനയും കടുത്തതായിരുന്നുകൊണ്ട് താൻ അറിയാതെ തന്നെ ക്രമേണ കാഴ്ചശക്തി കുറയുകയും പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം എല്ലാം ഒരു മൂടൽമഞ്ഞിലൂടെ നോക്കുന്നത് എങ്ങനെയിരിക്കും അതുപോലെയാണ് താൻ കണ്ടുകൊണ്ടിരുന്നത്. ഈ സഹോദരി വളരെയധികം ഭാരപ്പെട്ടു. തന്റെ വീട്ടുകാർ ആകെ ടെൻഷനായി. എന്താണ് ഇതുകൊണ്ട് താൻ സംഭവിച്ചതെന്ന് അറിയില്ല. പെട്ടെന്നാണ് ഇവർക്ക് അറിയില്ലായിരുന്നു പനി വന്നതുകൊണ്ടാണ് സംഭവിച്ചതെന്ന്. മലബാർ ഹോസ്പിറ്റലിലാണ് ഇവരെ ട്രീറ്റ് ചെയ്തത്. ഡോക്ടർ പറഞ്ഞത് ഈ സഹോദരിക്ക് കാഴ്ചശക്തി തിരികെ കിട്ടില്ല എന്നാണ്. അത്രയും താൻ തന്നെ ആകെ പേടിച്ചു പോയി. വായിക്കാൻ സാധിക്കുന്നില്ല. ബൈബിൾ വായിക്കുന്നൊരു സഹോദരിയാണ്. ബൈബിൾ വായിക്കാൻ നോക്കി, നടക്കുന്നില്ല. അത്രയും കഷ്ടപ്പെട്ടു. എന്നാൽ അന്ന് രാവിലെ തൻ്റെ സഹോദരി പ്രെയർ ടവറിൽ നമ്മുടെ പ്രെയർ ലൈനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവര് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. താൻ പറയുന്നു അന്ന് രാവിലെ മുതൽ തനിക്ക് കുറേശ്ശെയായി കാഴ്ചശക്തി മടക്കി ലഭിച്ചു. എന്നാൽ വൈകുന്നേരമായപ്പോൾ അന്ന് ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പഴയ കാഴ്ചശക്തി പൂർണ്ണമായിട്ട് കർത്താവ് മടക്കി കൊടുത്തു. പ്രൈസ് ഗോഡ്. ഇപ്പൊ പഴയ കാഴ്ചശക്തിയുണ്ട്. എന്താ ഇതിങ്ങനെ കാഴ്ചശക്തി കുറയാൻ കാരണം എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്? അത് വെയിലേക്ക് നീര് കെട്ടി പനി വന്ന കാരണമാണ്. കണ്ണിലേക്ക് വരുന്ന വെയിലോട്ട് നീര് കെട്ടി. ഓക്കെ, അതുകൊണ്ടാണ് ഈ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര ദിവസങ്ങളിൽ ഈ കുറഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു? 3 ദിവസം. 3 ദിവസത്തോളം. അപ്പൊ നിങ്ങൾക്ക് കണ്ണ് കാണാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് കാഴ്ചയില്ലാതെ ചെയ്തത് 1 ദിവസം. ഓക്കെ. അപ്പൊ അന്ന് വൈകുന്നേരം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഓക്കെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടാൻ പറ്റില്ല, ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങൾക്ക് ഉണ്ട്, അതുകൊണ്ട് ട്രീറ്റും കൂടി ആയോട് കൂടിയിട്ട് കാഴ്ചശക്തി ഇന്നിപ്പോ എല്ലാം നന്നായിട്ട് കാണാം. എല്ലാം നന്നായി കാണാം. ഒരു പ്രശ്നമില്ല. കുഴപ്പമില്ല. 100% കണ്ണ് ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. 100% കണ്ണ് ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിന്റെ എത്ര വലിയ അത്ഭുതമാണ് ഷീലയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. കർത്താവ് ചെയ്ത അത്ഭുതത്തിനായി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മകളെ ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിനെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് കോഴഞ്ചേരിയിലും നാളെ കൊല്ലത്തും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇതിനു മുമ്പ് വന്നിട്ടുള്ളവർ തീർച്ചയായും വരണം.
ഇതുവരെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടില്ലാത്തവർ സമയം ഉണ്ടാക്കി ഈ ദിവസങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ തീർച്ചയായും വരണം. പ്രത്യേകിച്ച് അവിടെ എത്തുമ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങളായ ആശിഷുമാരി, അതുപോലെ എൻ്റെ പ്രാർത്ഥനാ ഡയറി, ഈ പുസ്തകങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. നിങ്ങളത് കരസ്ഥമാക്കുക. വരാൻ കഴിയാത്തവർ നിങ്ങൾക്ക് തപാൽ മാർഗം ഇത് അയച്ച് നൽകുന്നതാണ്. ഫോൺ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ മേൽവിലാസം നൽകി ആവശ്യപ്പെടുക. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ബോൺ TB സൗഖ്യമാകട്ടെ. അസ്ഥിക്കകത്തുള്ള ആ TB രോഗം സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൊറായസിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ദഹനത്തിന് പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇയർ ഇംബാലൻസ് ഉള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ആ തലചുറ്റലും അതുപോലെ ഉള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കരളിൻ്റെ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നട്ടല് സൗഖ്യമാകട്ടെ. അസ്ഥികൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നോർമലായി മാറട്ടെ. താങ്ക് യു ലോർഡ്. ദൈവിക വിടുതലുകൾ ഓരോ വ്യക്തികളിലും കർത്താവ് നീ പകരുന്നതിനായി നന്ദി പറയും. മുടി വല്ലാതെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് അതിൽ നിന്നും വിടുവിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രയാസങ്ങൾ, കലഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പിരിയുവാൻ പ്ലാൻ ചെയ്യുന്നവർ ഒരുമിച്ച് ജീവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, വലിയ വിടുതലുകൾ ഇപ്പോൾ കൽപ്പിക്കുന്നതിനായി നന്ദി. നിങ്ങൾ ഒരുപക്ഷെ ഒരു ജപ്തിയുടെ മുമ്പിലോ വല്ലാത്തൊരു കടക്കണിയിലൊക്കെ ആയിരിക്കും. യേശുവിന് വിടുവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. കർത്താവെ, എന്ത് പറയാൻ കാരണം, ചില ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്ലാനുകളും പദ്ധതികളും വിട്ടിട്ടുണ്ട്. ആത്മഹത്യ അല്ല പരിഹാരം, യേശുവാണ് പരിഹാരം. യേശുവിൽ എന്ന് വിശ്വസിക്കുക, വ്യത്യാസങ്ങൾ വരാൻ പോവുകയാണ്. കർത്താവെ, നീ അങ്ങനെ പ്രവർത്തിക്കുന്നതിനായി നന്ദി. മദ്യപാനത്തിൽ നിന്നും ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അവർ പുറത്തു വരട്ടെ. പുകവലിയും ഡ്രഗ്സും ഉപയോഗിക്കുന്നവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ. താങ്ക് യു ലോർഡ്. പാപ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് യേശുവിനായി ജീവിക്കട്ടെ. ഞങ്ങളുടെ ജനത്തെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അനുഗ്രഹിക്കപ്പെട്ട ചില സന്ദേശങ്ങളാണ് അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. കാണാൻ മറക്കരുത്. മറ്റുള്ളവരോട് കൂടെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. Do not forget what you were. നിങ്ങൾ എന്തായിരുന്നു, ഞാൻ ആരായിരുന്നു, ഇത് നമ്മൾ മറക്കരുത്. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? പുരോഗതി നൽകുന്ന ദൈവം നമ്മളെ വീണ്ടും പുരോഗതിയിലേക്ക്, ഇതിനേക്കാൾ വലിയ വളർച്ചയിലേക്ക്, ഉയർച്ചയിലേക്കൊക്കെ നമ്മെ ഓരോരുത്തരെയും ദൈവം കൊണ്ടുപോകും. എന്നാൽ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പിൽക്കാലം, നമ്മുടെ മുൻപുള്ള കാലഘട്ടം, നമ്മുടെ തുടക്കം, ഇതൊക്കെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല.
പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.